2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇന്ത്യൻ ടയർ കയറ്റുമതിയിൽ നേട്ടം. 2024-25 സാമ്പത്തിക വർഷത്തിൽ 25,000 കോടിയുടെ നേട്ടം. വ്യാപാര നയ അനിശ്ചിതത്വവും ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികളും ആഗോള വിതരണ ശൃംഖലാ തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള കനത്ത വെല്ലുവിളികൾക്കിടയിലും 2024-25 സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതിയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടയർ വ്യവസായം കരുത്ത് തെളിയിച്ചുവെന്ന് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 23,073 കോടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ടയർ കയറ്റുമതി 9% വർദ്ധിച്ച് 20,051 കോടി രൂപയിലെത്തി. ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപയുടെ വാർഷിക വിറ്റുവരവും 25,000 കോടി രൂപയുടെ കയറ്റുമതിയുമായി ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ ഉയർന്ന കയറ്റുമതി വരുമാന അനുപാതം കാണിക്കുന്ന അപൂർവ വ്യവസായങ്ങളിൽ ഒന്നാണ് ടയർ വ്യവസായം. ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തുടർച്ചയായ നിക്ഷേപങ്ങൾ, ശക്തമായ നിർമ്മാണ പ്രവർത്തനം, ലക്ഷ്യബോധത്തോടെയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ എന്നിവയാണ് കയറ്റുമതി വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. കോവിഡ്-19 കാലഘട്ടത്തിന് ശേഷം ടയർ വ്യവസായം പ്രതിരോധ ശേഷിയും വളർച്ചയും കാണിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണെന്നും കഴിഞ്ഞ 3-4 വർഷത്തിനിടെ ടയർ നിർമ്മാതാക്കൾ ഏകദേശം 27,000 കോടി രൂപ ബ്രൗൺഫീൽഡ് പദ്ധതികളിലായി നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണെന്നും ആത്മ ചെയർമാൻ അരുൺ മാമൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. And also for the rest of the country. So this is what we see currently as the opportunity in Kerala as a state. Because there's so much of untapped plantation which is lying idle, and that we need to see that is tapped before we look at identifying new areas in Kerala. What's the reason that it's not being tapped? Is it basically or? The reasons are many reasons. It could be Sanai plantations, it could be the owners are not in the country, it could be availability of tappers, there could be many various reasons. So we need to make an assessment of that, and the rubber board is also in the process of identifying the reasons and mapping these untapped areas. ആത്മ ഡയറക്ടർ ജനറൽ രാജീവ് ബുദ്രാജ്, ഇൻറോഡ് പ്രൊജക്ട് ചെയർമാൻ മോഹൻ കുര്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.